എന്തുകൊണ്ടാണ് ശ്രീ എ കെ ആന്റണിക്ക് ഇന്നലെ പത്രസമ്മേളനം നടത്തേണ്ടി വന്നത്? നിങ്ങൾ ശരിക്കും ഇവിടെ ശരിയായ രൂപത്തിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്നെ പ്രതിരോധിക്കാൻ ആരുമില്ലാതായി എന്ന് പറഞ്ഞ് അത്രയും സീനിയറായ ഒരു കോൺഗ്രസ് നേതാവിന് ദീർഘകാലത്തെ മൗനവാത്മീകത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒരു പത്രസമ്മേളനം നടത്തേണ്ടി വരുമായിരുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ അടിയന്തര പ്രമേയം ഓരോ ദിവസവും കൊണ്ടുവരുന്നത് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് മാത്രമല്ല, നല്ല പഴയ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും സജീവമായി കേരളീയ സമൂഹം ഓർക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് അങ്ങേക്ക് ഒന്ന് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചരിത്രം പറയുന്നതിനെ കുറിച്ച് പറഞ്ഞത്. ഇപ്പൊ ജാനു പറഞ്ഞില്ല, ഒരിക്കലും ഇതിന് മാപ്പ് നൽകില്ല. കുഞ്ഞുങ്ങളെ വരെ എങ്ങനെ ആണ് ആക്രമിച്ചത്, മുത്തങ്ങയിൽ കുഞ്ഞുങ്ങളെ, പ്രായമായ ആളുകളെ, രോഗികളെ വരെ എങ്ങനെ ആക്രമിച്ചു എന്ന് സി കെ ജാനു പറഞ്ഞല്ലോ. അതുപോലെ ഇവിടെ പുസ്തകങ്ങളൊക്കെ ഉദ്ധരിച്ചല്ലോ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോ അതുകൂടാതെ അദ്ദേഹം പറഞ്ഞ കാര്യം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോഴെ തന്നെ പറഞ്ഞേനെ. അപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്തായാലും നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമല്ല എന്ന് അരിയാകാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിധി തുടർച്ചയുണ്ടാകുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ വരുമല്ലോ. അങ്ങനെ വരുമ്പോ താൻ പറഞ്ഞതുകൊണ്ടാണ് കോൺഗ്രസിന് അധോഗതി ഉണ്ടായത് എന്ന് നാളെ ആരും പറയരുത് എന്ന ഒരു മുൻകൂർ ജാമ്യത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് എന്ന് അങ്ങേക്കും അറിയാം. ഞാൻ ഇതൊന്നും പറയാൻ ആഗ്രഹിച്ചല്ല, അങ്ങൊരു വാതിൽ തുറന്നിട്ടു, പിന്നെ കയറാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ലല്ലോ. പിന്നെ മറ്റു മേഖലയൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഓണം സുഭിക്ഷമായി, മന്ത്രിമാർക്ക് മാത്രമേ സുഭിക്ഷമായിട്ടുള്ളൂ. ഞാൻ ബഹുമാനായ വണ്ടൂരംഗ, അങ്ങ് മുൻ മന്ത്രിയൊക്കെ ആയ ആളുണ്ട്. കഴിഞ്ഞ തവണ നിയമസഭയിൽ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഇവിടെ ബഹുമാനായ മന്ത്രി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഉദ്ഘാടന പ്രസംഗത്തിന്റെ കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. കഴിഞ്ഞ തവണത്തെ ഓണത്തിന്റെ സമയം നമ്മുടെ ഓർമ്മയില്ലേ? അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ഞാൻ ഉദ്ഘാടനം ചെയ്ത സിവിൽ സപ്ലൈസിന്റെ ഓണച്ചന്തയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ ആ രേഖകൾ നമ്മുടെ നിയമസഭയിൽ ഉണ്ടല്ലോ. ഇത്തവണ അങ്ങനെ ആർക്കെങ്കിലും പറയേണ്ടി വന്നിരുന്നോ? ഓണം അദ്ദേഹം പറഞ്ഞാണല്ലോ, നിങ്ങൾ കുറച്ചു പേർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് ഓണത്തിന്റെ സദ്യയിൽ കുറവുള്ളത് കൊണ്ടല്ല, ഈ 9.5 വർഷത്തിന്റെ അധികാരമില്ലായ്മയുടെ അസ്വസ്ഥതയാണ് നിങ്ങളുടെ കുറച്ചു പേരുടെ ഓണം ഇങ്ങനെ ആക്കിയത്. ബാക്കി മലയാളിയുടെ ഓണം എല്ലാം സുഭിക്ഷം, സമൃദ്ധം, സന്തോഷഭരിതമായിരുന്നു എന്ന് കാണണം. പിന്നെ ഇവിടെ അത്രയും അതിനെ കുറിച്ച് പറയുന്നു, ബാക്കി ആരോഗ്യമേഖല ഇല്ല പറഞ്ഞു പോയതാണ്. പിന്നെ അങ്ങ് കാണേണ്ട, ഞാൻ ഇന്നലെ ചർച്ച ചെയ്തതാണ്. ഇന്നലെ ചർച്ച കുറെ കൂടി പോസിറ്റീവായിരുന്നു. ഇപ്പോ ഈ മേഖലയ്ക്ക് കുറച്ച് പ്രതിസന്ധി ഉണ്ട്, നമ്മൾ അഡ്മിറ്റ് ചെയ്തു. അത് ഇപ്പൊ ഉണ്ടായ പ്രതിസന്ധിയല്ല, പൊതുവെ വരുന്ന പ്രതിസന്ധിയാണ്. ഈ ഗവൺമെന്റ് എന്താ ശ്രമിച്ചത്? പ്രതിസന്ധി മനസ്സിലാക്കി എങ്ങനെ പരിഹരിക്കാൻ കഴിയും, പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങളെ എങ്ങനെ അഭിസംബോധന ചെയ്യാം. ഇപ്പോൾ ബഹുമാനായ കുണ്ടറാംഗം ശ്രീ വിഷ്ണുവാദ് കൂടി ഉണ്ടല്ലോ. കശുവണ്ടി മേഖലയിൽ കുറെ കാര്യങ്ങൾ ശ്രമിച്ചു, എന്നെല്ലാം പൂർണ്ണമായെന്നല്ല. അദ്ദേഹം തന്നെ ഈ സഭയിൽ ഉന്നയിച്ചൊരു പ്രശ്നമാണ്, ആദ്യത്തെ വർഷങ്ങളിൽ ESI കിട്ടുന്നില്ല, തൊഴിൽ ദിനങ്ങൾ കിട്ടുന്നില്ല. ഞാനിപ്പോൾ ഈ സഭയിൽ അഭിമാനത്തോടു കൂടി പറയുന്നു, കഴിഞ്ഞ 2 വർഷവും കുടുംബാംഗങ്ങൾക്ക് ഉൾപ്പെടെ ESI കിട്ടാവുന്ന തൊഴിൽ ദിനം ഞങ്ങൾ ഉറപ്പുവരുത്തി. ഈ വർഷം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അടുത്ത ഈ സാമ്പത്തിക വർഷം പൂർണ്ണമായി, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞ മെയ് മാസം വരെയുള്ള കശുവണ്ടി കോർപ്പറേഷനിലും ക്യാപെക്സിലും ഇപ്പൊ തന്നെ സംഭരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തൊഴിൽ ദിനങ്ങൾ പൂർണ്ണമായി ഉറപ്പുവരുത്തും. പിന്നെ സ്വകാര്യ മേഖലയിലെ പ്രശ്നമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി പരമ്പരാഗത മേഖലയിൽ ഒരു മേഖലയും ചെയ്യാത്ത രൂപത്തിൽ സ്വകാര്യ കശുവണ്ടി വ്യവസായ സ്ഥാപനങ്ങൾക്ക് അവിടെ തൊഴിലാളിക്ക് കൊടുക്കുന്ന PF-ന്റെ തൊഴിലാളി അടയ്ക്കുന്നതോടൊപ്പം മുതലാളി അടയ്ക്കേണ്ട PF, ESI സ്റ്റാറ്റ്യൂട്ടറി വിഹിതങ്ങൾ ഗവൺമെന്റ് ഏറ്റെടുത്തു. ആദ്യമായിട്ടാണ്. ഇതുകൂടാതെ നമ്മൾ ക്യാപിറ്റൽ ഇൻസെന്റീവ് ഈ സ്വകാര്യ കമ്പനികൾക്ക് നൽകി. എന്നാൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി ചർച്ച ചെയ്തപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ പ്രതിസന്ധിയാണ്. വർക്കിംഗ് ക്യാപിറ്റലിലും പലിശയുടെ 50%, 10 ലക്ഷം രൂപ വരെ നമ്മൾ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ നൽകി സ്വകാര്യ മേഖലയ്ക്ക്. ഇതുകൂടാതെ ഷെല്ലിംഗ് മോഡേണൈസേഷന് വേണ്ടി 5 കോടി രൂപ അനുവദിച്ചു. ഇതുകൂടാതെ സ്ത്രീകൾ, അങ്ങ് പറഞ്ഞല്ലോ സ്ത്രീകളാണ് കൂടുതൽ, അവരുടെ തൊഴിലിടങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഗവൺമെന്റ് സ്വകാര്യ കമ്പനികൾക്ക് 5 കോടി നൽകി. ഇതുകൂടാതെ എന്നാലും പ്രശ്നമുണ്ട്, കുറെ കാലങ്ങളായി ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ എടുത്ത കടങ്ങൾ കൊണ്ട് NPA വല്ലാതെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അവരെ സംരക്ഷിക്കാൻ വേണ്ടി SLBC പങ്കെടുത്തു, പ്രത്യേക യോഗം ചേർന്നു, കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർച്ചയായി നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി പാക്കേജ് ഉണ്ടാക്കി.
ഒരാളുടെ 2 കോടി രൂപ വരെയാണെങ്കിൽ 50% മാത്രം അടച്ചാൽ മതി, 10 കോടി രൂപ വരെയാണെങ്കിൽ 60% അടച്ചാൽ മതി, ബാക്കിയെല്ലാം എഴുതി തള്ളി. എന്നാൽ ആദ്യഘട്ടത്തിൽ 10% അടയ്ക്കണം. അത് അടയ്ക്കാൻ പറ്റാത്ത കുറച്ച് ആളുകളുണ്ട്. പക്ഷെ നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞു. അങ്ങനെ സ്വകാര്യ മേഖലയിൽ വ്യവസായങ്ങൾ ശക്തിപ്പെട്ടു. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ ഞാനൊരു പുതിയ കശുവണ്ടി ഫാക്ടറി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പണ്ട് കാലത്തെ ഈ തല്ലി എടുക്കുന്നതെന്നല്ല, തൊഴിലാളി സ്ത്രീകൾ എല്ലാവരും നല്ല രീതിയിൽ ജർമ്മൻ ജപ്പാൻ മെഷീനുകൾ ഗ്രാൻമി അവാർഡ് കൊടുക്കുന്നിടത്തും ഓസ്കാർ അവാർഡ് കൊടുക്കുന്നിടത്തും കുറിച്ചുകൊണ്ട് ആ സ്നാക്ക് ബോക്സിൽ നിന്ന് എടുത്ത് കുറിക്കുന്ന കശുവണ്ടി കൊല്ലത്ത് നിന്ന് അയക്കുന്ന റോസ്റ്റർ കശുവണ്ടി അത് ഈ കമ്പനിയിൽ ഉണ്ടാക്കുമ്പോൾ പണ്ടത്തെ പോലെയല്ല. ഞങ്ങൾ കയറുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ബഹുമാന ധനകാര്യമന്ത്രി അവിടെ പോയെന്നറിയില്ല, അവിടെ നമ്മൾ ഗ്ലൗസ് ഇട്ട് മാസ്ക് ഒക്കെ ധരിച്ച് അങ്ങനെ വേണം കമ്പനിക്ക് അകത്ത് തന്നെ കയറാൻ. അപ്പൊ ആധുനികവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല.